തുറക്കപ്പെടുന്നതാണ്. എനിക്കിതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മോൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ മനസ്സിലൊരു ഉൾപ്പരമയുണ്ടായി. മകൻ്റെ കാതിൽ ഊതി വെച്ച് നീ എഫാത്തായി എന്ന് പറയാം. അപ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ ഉടനെ പെട്ടെന്ന് എനിക്ക് ടി വി വയ്ക്കാൻ തോന്നി. ടി വി വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് എഴുതി കാണിക്കുക എഫാത്ത തുറക്കപ്പെടേണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഈ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ബ്രദർ പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ സ്വരം കേൾക്കാനാണ് ഇങ്ങനെ എഫാത്തായി തുറക്കപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ അധികം എൻ്റെ വായന കുറവായിരുന്നു. പുറത്ത് ഞാൻ ചെല്ലിക്കൊണ്ടിരുന്ന ബൈബിൾ വായിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ബറാബാസിൻ്റെ കാര്യം ഒന്നുകൂടെ എനിക്ക് ആഴത്തിൽ ചിന്തിക്കാൻ തോന്നി. ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നീതിയെ പറ്റി ഒത്തിരി ആഴത്തിലേക്ക് ചിന്തിക്കാൻ എനിക്കൊരു അനുഭവം വന്നു. പിന്നെ പാവത്തിൻ്റെ ശമ്പളം മരണത്തിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉൾഭയം ഉണ്ടായിരുന്നു. അത് ബ്രദർ വിധിച്ച് വന്നപ്പോൾ ആ ഭയം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഞാൻ കർത്താവിനെ കണ്ട് കർത്താവ് ഒത്തിരി ഉയരത്തിൽ മേളിലിരിക്കുന്നതായിട്ട് പെട്ടെന്ന് ഒരു പാമ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കുരിശ് വന്ന് അവിടെ വന്ന് നിന്നപ്പോൾ ഈ പാമ്പ് ഓടി പോകുന്നതായിട്ട് കണ്ട് യേശുവേ സ്തോത്രം, യേശുവേ